നിലമ്പൂർ വഴിക്കടവിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചതിൽ ഗൂഢാലോചനയുണ്ടെന്ന വിവാദത്തിൽ നിലപാട് മാറ്റമായിരുന്നു വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഗൂഢാലോചന ഉണ്ടെന്നല്ല, ഗൂഢാലോചന സംശയിക്കുന്നുവെന്നാണ് പറഞ്ഞതെന്നാണ് മന്ത്രിയുടെ പുതിയ വാദം. അതേസമയം സർക്കാരിനെ കുറ്റപ്പെടുത്തി കോൺഗ്രസും UDF ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിനെ വിമർശിച്ച CPM-ഉം പ്രതിഷേധം നടത്തി. നാട്ടുകാരറിയും മുമ്പ് മലപ്പുറത്ത് പ്രകടനം നടന്നല്ലോ, അതെങ്ങനെ പ്രകടനം നടന്നത്? അപ്പൊ അതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഉണ്ടാകുന്ന സംശയമാണ്. ഗവൺമെന്റ് ഒരു ക്യാമ്പയിൻ എന്നത് അവർക്ക് ഏറ്റവും പ്രധാനം. അവർക്കൊരു ക്യാമ്പയിൻ ഇപ്പോൾ ഇല്ല. അപ്പൊ ഇതാര് ചെയ്തു, എങ്ങനെ ചെയ്തു, എന്ത് ചെയ്തു, എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? അപ്പോൾ ഇതിന്റെ ഗുണഭോക്താക്കൾ ആരാണ് എന്നെല്ലാവർക്കും അറിയാം. ഇതായിരുന്നു എ കെ ശശീന്ദ്രന്റെ ഇന്നലത്തെ പ്രതികരണം. എന്നാൽ ഇന്ന് മന്ത്രി തിരുത്തിയത് ഇങ്ങനെ: ഇത് പെട്ടെന്ന് നടന്നതിന്റെ പിന്നിൽ ഇതിന്റെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ഗൂഢാലോചന നടത്തിയെന്നാണ്. ഈ ഒരു സംഭവത്തെ തെരഞ്ഞെടുപ്പിനെ മുമ്പിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഗൂഢാലോചന നടത്തിയെന്ന് സംശയിക്കുന്നു എന്നാണ് എല്ലാ ക്ലിപ്പിംഗ്സും ചോദിച്ചത്. ഞാൻ രാവിലെ പത്രക്കാരെ ഇന്നലെ കണ്ടു പറഞ്ഞു, ഞാൻ ആരോപണം ഉന്നയിക്കുകയല്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞതിന് ശേഷം ഇതായിപ്പം ഗൂഢാലോചന, എന്നെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ഒരു ശ്രമത്തിൽ മാധ്യമങ്ങൾ ദയവായി പങ്കെടുക്കരുത്. വിദ്യാർത്ഥിയുടെ മരണം 2 ദിവസം കൊണ്ട് മണ്ഡലത്തിൽ ചർച്ചയായെന്ന് തിരിച്ചറിഞ്ഞാണ് ഇടതുമുന്നണിയുടെ നീക്കം. ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തയ്യാറായില്ല. സംഭവം നടന്ന വഴിക്കടവ് പഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസിന്റെ അനാസ്ഥയാണ് അനന്തുവിന്റെ ജീവൻ എടുത്തതെന്നാണ് CPM ആരോപണം. പഞ്ചായത്ത് ഓഫീസിലേക്ക് ഇടതുമുന്നണി പ്രതിഷേധ മാർച്ച് നടത്തി. രാഷ്ട്രീയ മുതലെടുപ്പാണ് ഏത് വിഷയത്തിലും കോൺഗ്രസിന്റെ ലക്ഷ്യം. മരണത്തിൽ പോലും മായം കലർത്തുക എന്നൊരു കൂട്ടർ എവിടെയെങ്കിലും ഉണ്ട്? പാലിൽ മായം കലർത്തിയെന്ന് കേട്ടിട്ടുണ്ട്. മരണത്തിന് മായം കലർത്തുവോ? മന്ത്രിയെ ലക്ഷ്യമിട്ടുള്ള വിമർശനം തുടരുകയാണ് UDF. വനമന്ത്രി കേരളത്തിന് അപമാനമാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വിമർശനം. ഇങ്ങനെ ഒരു മന്ത്രി കേരളത്തിനുള്ളത് ഈ സംസ്ഥാനത്തിന് മുഴുവൻ അപമാനകരമാണ് എന്നെനിക്ക് പറയാതിരിക്കാൻ പറ്റും. ഇത് തുടരെ പറയാണ്, ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. രാവിലെ ഫെൻസിംഗ് ഉണ്ടായില്ല, വൈകുന്നേരം ഫെൻസിംഗ് വന്നു. അപ്പൊ ഇതിന്റെ പുറകിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. വിദ്യാർത്ഥിയുടെ മരണത്തിനപ്പുറം വന്യജീവി ശല്യം ചർച്ചയാക്കുകയാണ് UDF-ന്റെയും NDAയുടെയും ലക്ഷ്യം. വഴിക്കടവ് KSEB ഓഫീസിന് മുന്നിൽ UDF ധർണ നടത്തി. വഴിക്കടവ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചായിരുന്നു BJP പ്രതിഷേധം. News 18 നിലമ്പൂർ.